ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അടുത്ത വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഒരാവശ്യമുണ്ട് പോകണ്ടേ, അതുകൊണ്ടാണ് പോണത്. ഞങ്ങളിവിടെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, നല്ല സൗഹൃദമാണ്. എല്ലാ മതക്കാരും തമ്മിലും നല്ല സൗഹൃദത്തിൽ തന്നെയാണ് കേട്ടോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീട്ടിലേക്ക് പോകും, എല്ലാം ചെയ്യും. പിന്നെ അതിൻ്റെ ശേഷം ഞാനൊന്ന് കല്യാണത്തിന് പോകാൻ നിൽക്കുകയാണ്. കല്യാണ വീട്ടിലെത്തി. അവിടെ ചിക്കൻ ബിരിയാണിയും പിന്നെ നല്ല അച്ചാറുണ്ടായിരുന്നു, മധുരച്ചാറ്. പിന്നെ സാലിന ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പായസം കുടിച്ച്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം രാത്രിയിൽ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചാമ്പി നോക്കുക. അപ്പോൾ വെള്ളം ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ചാമ്പി എടുക്കാൻ. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് ഉണ്ടെങ്കിൽ അതാകെ ദോശക്കായി പോവും മാവ്. ചപ്പാത്തിക്ക് പറ്റില്ല. ചപ്പാത്തിക്ക് ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ചാമ്പി എടുക്കുക. പിന്നെ കൈ കൊണ്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെ ചാമ്പി കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇതിൽ ഈസ്റ്റോ അല്ലെങ്കിൽ അപ്പം സോഡയോ ചേർക്കേണ്ട ഒരാവശ്യമില്ല. നമ്മളിങ്ങനെ നന്നായിട്ട് ചാമ്പി എടുത്താൽ മതി. ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ചാമ്പാൻ തുടങ്ങി. പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ചാമ്പി എടുത്തിട്ടുണ്ട്. 3 ഉരുളകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 3 ചപ്പാത്തി മതി ഒരു ദിവസം രാത്രിക്കൽക്ക്. അപ്പോൾ ചപ്പാത്തി ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ചട്ടി കഴുകി വൃത്തിയാക്കി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ നമ്മൾ പരത്തി വെച്ച ചപ്പാത്തിൻ്റെ മാവിട്ട് കൊടുത്ത് അങ്ങനെ ചുട്ടെടുക്കുക. ഇടക്കിടക്കൊന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. എപ്പോഴും തിരിച്ചിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ കരിഞ്ഞു പോകും സാധനം. കരിയാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് ഇതുപോലെ ഒന്ന് ചട്ടുകം കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നല്ലോണം പൊള്ളച്ച് വരും. അപ്പോൾ അതാ ഞാൻ ചപ്പാത്തി കഴിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.